മാർക്കറ്റ് ഞവരയ്ക്ക് വില കുറവാണ്. പക്ഷേ നമ്മൾ ഇത് കൊടുക്കുന്ന ഈ കറുത്ത ഞവരയുടെ ഈ അരി ഇതിന് വില കൂടുതലാണ്. അപ്പോൾ ഇത് അപൂർവമായിട്ട് കിട്ടാറുള്ളൂ. അപൂർവം എല്ലായിടത്തും ഇല്ല. ചുമല ഞവര എല്ലായിടത്തും കാണുന്നത്. ഇവിടെ കൃഷി ചെയ്ത് ലഭിക്കുന്ന ഈ നെല്ല് നമ്മൾ എവിടെയാണ് വിൽക്കുന്നത്? ഇത് സാധാരണ നോർമലായിട്ടുള്ള നെല്ല് മുഴുവൻ സപ്ലൈകോയ്ക്ക് വിൽക്കുകയായിരുന്നു. ബാക്കി ഉപയോഗിക്കാനുള്ളത് എടുത്ത് വെച്ച് മാറ്റി വെച്ചിട്ട് വിത്തിനുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കി സപ്ലൈകോയുടെ ഇവിടെ വണ്ടി വന്ന് അവർ സർക്കാർ സംഭരിച്ച് നമുക്ക്. ഇതെല്ലാം ഈ പോഷക ഗുണങ്ങളുള്ള വിത്ത് നെല്ലല്ലേ? നാടൻ വിത്ത് കൊടുക്കാൻ പറ്റിയാൽ അങ്ങനെ സപ്ലൈകോ കൊടുക്കത്തില്ല. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി അത് പുഴുങ്ങേണ്ടത് പുഴുങ്ങും, മറ്റേ ചിലത് പച്ചയ്ക്ക് കുത്തണ്ടിക്കേണ്ടതുണ്ട്. പലതിനും പല രീതിയിലാണ് കുത്തി അരിയാക്കി വിൽക്കും. അത് അരിയാക്കി വിൽക്കുമായിരുന്നു. ഇപ്പൊ ഇതെല്ലാം എവിടെയാണ് വിൽക്കുന്നത്? നമ്മള് ഓൺലൈനാണ് വിൽക്കുന്നത്. ഓൺലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അരി ഉണ്ടെന്നുള്ള അറിയിച്ചാൽ മതി. ഇപ്പം കഴിഞ്ഞ ദിവസം കുത്തിച്ച് അന്നേരം ആ സെക്കൻഡ് തന്നെ തീർന്നു പോയി. അപ്പൊ പോഷക സമൃദ്ധം വന്ന ഇത് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ആൾക്കാർ അത്തലോട്ട് വന്നു കഴിഞ്ഞു. ഈ നാട് ഇതിന്റെ ഗുണം മനസ്സിലാക്കി അപ്പം അരിയാക്കി കഴിഞ്ഞാൽ അന്നേരം പൊക്കോളൂ. മെഡിസിൻ വാല്യൂ ഉള്ള എല്ലാ ഐറ്റവും അതിനുള്ള ആൾക്കാർ ക്യൂ നിൽക്കുക. നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഓർഡർ കൊടുക്കാം. രക്തശാലിയുടെ ഒന്നും ഓർഡർ കൊടുക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അപ്പൊ അത്രയും ഔഷധ ഗുണമുള്ളൂ. അത്രയും ഔഷധമാണ്. 3000 വർഷം പഴക്കമുള്ള ഒരു വിത്ത് വെറൈറ്റി ആണത്. അപ്പൊ അതിന്റെയൊക്കെ റേറ്റ് എങ്ങനെയാണ് രക്തശാലിയുടെ? നമ്മള് പിന്നെ ഓൺലൈന് നോക്കി കഴിഞ്ഞാൽ 480 ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം. 480. അപ്പൊ 1 കിലോയ്ക്ക് 500 രൂപയ്ക്ക് 20 രൂപ കുറവ് 1 കിലോയ്ക്ക്. പക്ഷെ ഞാനത് അതിലും വില കുറച്ചിട്ടാണ് കൊടുക്കണം. ഞാനിപ്പോ ഇച്ചിരി വില കൂട്ടിയാണ്. നമ്മൾ ഇതിന്റെ എല്ലാം ഡീസലിന്റെ വില കൂടി, ഇതിനെല്ലാം ചെലവെല്ലാം കൂടി. ഇപ്പൊ ട്രാക്ടറിന്റെ കൂലി പറഞ്ഞ കേട്ടാണല്ലോ തുകയാ അത് പറയുന്നത്. 10,000 ഉള്ളൂ. ഞാൻ ഇപ്പോൾ 300 രൂപയാക്കി. കഴിഞ്ഞ വർഷം 250 കൊടുത്തു. ഈ വർഷം അത് 300 രൂപയ്ക്കാണ്. സജീവനെ സമീപിച്ച രക്തശാലി ഔഷധ ഗുണമുള്ള നെല്ല് അരി എന്തായാലും വേണമെങ്കിലും രക്തശാലി ഞവര ഇത് രണ്ടും ഡിമാൻഡാണ്. ഞവര നമുക്ക് ഒട്ടും കൊടുക്കാൻ പറ്റില്ല. അതിനെന്ന് വെച്ചാൽ അത് തികയല്ല. അതിൽ കൂടുതൽ ആൾക്കാർ ഓർഡർ നിൽക്കും. അതിനും ആ വില തന്നെയാണോ? ഞവര വില ഇച്ചിരി കൂടുതൽ. പക്ഷേ മാർക്കറ്റ് ഞവരയ്ക്ക് വില കുറവാണ്. പക്ഷേ നമ്മൾ ഇത് കൊടുക്കുന്ന ഈ കറുത്ത ഞവരയുടെ ഈ അരി ഇതിന് വില കൂടുതലാണ്. അപ്പോൾ ഇത് അപൂർവമായിട്ട് കിട്ടാറുള്ളൂ. എല്ലായിടത്തും ഇല്ല. ചുമല ഞവര എല്ലായിടത്തും കാണുന്നത്. അപ്പോൾ ഈ കറുത്തതിന്റെ ഒറിജിനൽ സാധനം ഷൈബുവിനെ സംബന്ധിച്ചാൽ കിട്ടും. അതെ, അത് അധികം നെല്ല് കിട്ടിയാൽ അതാ അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഈ വില കൂടുന്നത്. ഇത് നാടൻ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതിന്റെ ഒരു 3 അല്ലെങ്കിൽ ഒരു പകുതി വരെ വിളവ് കിട്ടും. ഇതിനധികം രാസവളമോ അങ്ങനെ കീടനാശിനി ഒന്നും പ്രയോഗിക്കുക. ജൈവ കൃഷിയാണ്. ഇപ്പം ഇടുന്ന കണ്ടില്ല, കോഴിവളം പ്രോസസ് ചെയ്തിട്ട് അതാണ് നമ്മളിപ്പോൾ ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള പരിപാടി അത് അടിസ്ഥാനവളമായിട്ട് ഇപ്പം കൊടുത്ത് 2ാം കൃഷിയാണ്. ഇല്ലെങ്കിൽ അത് കൊടുക്കില്ല. പിന്നെ കുമ്മായത്തിന്റെ പരിപാടിയുണ്ട്. കുമ്മായം കൊണ്ട് അതിന്റെ pH റെഡിയാക്കും. അപ്പൊ ഞാനിപ്പോ ചെയ്യുന്നതെന്ന് വെച്ചാൽ പച്ചക്കക്കാട് പൊടിയാണ് ഞാൻ അടുത്ത് ഇടാൻ പോകുന്നത്. അപ്പൊ മണ്ണൊക്കെ പരിശോധിച്ചിട്ടാ വളപ്രയോഗം? മണ്ണ് പരിശോധിച്ചില്ല. അത് 2 വർഷം കൂടും പരിശോധിച്ചാൽ മതി. പരിശോധിച്ചായിരുന്നു. ഇതിന്റെ വിത്തിന് ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സമീപിച്ചാൽ കിട്ടുമോ? ഷൈബുവിനെ സമീപിച്ചാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത് വിത്ത് കൊടുക്കൽ വാങ്ങൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ഒരു സമയത്ത് മലപ്പുറത്തുള്ള ഒരു ചേട്ടന് എൻ്റെ കയ്യിലുള്ള മുഴുവൻ വിത്തും വന്ന് മേടിച്ചോണ്ട് പോയി. തിരുവനന്തപുരത്തുള്ള ഒരാൾ കാറുമായിട്ട് വീട്ടിൽ വന്നിട്ട് പുള്ളിക്ക് വിത്തും വേണം, അരിയും വേണം. അത് സ്ഥിരം വന്ന് മേടിക്കുക. പുള്ളി ഇങ്ങനെ കേരളം മുഴുവൻ ഓൺലൈൻ ഇങ്ങനെ കൊണ്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ്. പുള്ളിക്ക് കൃഷി തുടങ്ങാൻ വേണ്ടിയാണോ? കൃഷി തുടങ്ങാനല്ല, പുള്ളി വ്യാപാരിയാ. ഇതിന്റെ ഒരു നാടൻ സാധനങ്ങൾ വിൽക്കുന്ന ഒരാളാണ്. ഇത് രണ്ടുപേരും വിൽക്കാനും അങ്ങനെ നെല്ല് മേടിച്ചിട്ട് അരി വിൽക്കാനും വിത്ത് വിൽക്കാനൊക്കെ ആയിട്ട് മേടിച്ചത്. അപ്പൊ ഷൈബുവിനെ പോലെ കൃഷി ചെയ്യുന്ന ആൾക്കാരെ ഇവിടെ അടുത്ത എവിടെയെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ? രക്തശാലി അങ്ങനെ അധികം പേര് ഇവിടെ ഇല്ല. അധികം പേര് ഈ അടുത്ത ഭാഗത്തൊന്നും ഇല്ല. ഇത് എവിടുന്നാ ഈ വിത്ത് കൊണ്ടുവന്നു? വിത്ത് കൊണ്ടുവന്ന് പറഞ്ഞാൽ വള്ളിച്ചിറ ഒരു പാട്രിക് എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുണ്ട്. അന്നേരം പുള്ളിയുടെ ചേട്ടൻ ഇങ്ങനെ ആലപ്പുഴയില് അവർക്ക് അവിടെ പടിഞ്ഞാറ് കണ്ടമുണ്ട്. ആ കണ്ടത്തിൽ ചെയ്ത വിത്തിന്റെ അത് വീട്ടിൽ അവിടെ നിന്ന് ഞാൻ പോയി മേടിച്ചു. ആദ്യം ഞാൻ മേടിച്ചത് 4-5 വർഷം. വയനാട്ടിലൊരു പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതിപ്പോ 4-5 വർഷമായ കാരണം അതിന്റെ ഈ മിക്സിംഗ് എല്ലാം വന്നത് കാരണം വയനാട്ടില് ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഞാൻ അയച്ചു വരുത്തി. മറ്റേ നെൽവയൽ രാമൻചേട്ടന്റെ അടുത്ത് ഞാൻ നേരിട്ട് ചോദിച്ചതാണ്. കോട്ടയത്ത് വെച്ച് ചോദിച്ചു. ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂട്ടുവിത്ത് കയറി നമ്മൾ കൈക്ക് പോയണത്. ഇതാണ് എല്ലാ വിത്തങ്ങളുടെ മിക്സ് ചെയ്ത് വയ്ക്കാൻ പറ്റില്ല. പല ഇപ്പൊ രക്തശാലി വിതയ്ക്കുവാണെങ്കിൽ ഈ പാടം മുഴുവൻ രക്തശാലി വയ്ക്കാം. നമുക്ക് അല്ലെങ്കിൽ കൂട്ടുവിത്തായി പോകും. ഇപ്രാവശ്യം ഞാൻ വിത്ത് കൊടുത്ത ഈ കോക്കാട് പാടം മറ്റേ മേട ഇരിക്കുന്നില്ലേ, ഞങ്ങളവിടെ പോയായിരുന്നു. അതിന്റെ താഴെ ഒരു പാടത്ത് കോക്കാട് 5 ഏക്കർ ചെയ്യാനുള്ള രക്തശാലയുടെ വിത്ത് ഞാൻ അവിടുത്തെ കള്ളിവേലിയുടെ താഴെ കോക്കാട് കള്ളിവേലിയുടെ ഒരു മേടയുടെ അത് 5 ഏക്കർ. അപ്പൊ അത് 350 വർഷം പഴക്കമുള്ള മേടയോ? അതെ. അപ്പൊ അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആ പാടത്തിനെടുക്കാൻ വേണ്ടി കള്ളുവേലി ചെന്ന് നോക്കിയതാണ്. പക്ഷെ നമുക്ക് ഫണ്ട് ആ സമയത്ത് റെഡിയായി കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പുള്ളി ചെയ്യാൻ പറ്റുമോ എന്നോട് ചോദിച്ചതാ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊരു ബ്ലോക്ക് മെമ്പർ പഴയ ഒരു മെമ്പറുണ്ട്, പുള്ളിയാണ് സ്ഥിരം ചെയ്തോണ്ടിരുന്നത്. അവർക്ക് കൊടുത്തത് ഇപ്പൊ 2ാമത് പിന്നെ വിതച്ചിട്ടുണ്ടോ? ഇപ്പൊ വിതച്ച് നല്ല എനിക്ക് വന്നു. കൃഷി സംബന്ധമായ വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയോ ലൈക്ക് അടിക്കുകയോ മാത്രം ചെയ്താൽ മതിയാകും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.